ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലും തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും ആലപ്പുഴയിലും ബിജെപിക്ക് വിജയം ഉറപ്പ്. കേരളത്തിൽ ബിജെപി 5 സീറ്റ് വരെ നേടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രതീക്ഷകൾ പങ്കുവച്ചിരിക്കുകയാണ് ബിജെപി നേതാവ് മെട്രോമാൻ ഇ ശ്രീധരൻ. തൃശൂരിൽ സുരേഷ് ഗോപി മികച്ച വിജയം നേടും. തിരുവനന്തപുരത്ത് പ്രതീക്ഷയുണ്ട്. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ നല്ല സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് തന്നെ ഇവർ വിജയിക്കുമെന്ന് തന്നെ ഉറപ്പിക്കുകയാണ് മെട്രോമാൻ. കൂടാതെ തനിക്ക് 94 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. ഇനി താൻ സജീവ രാഷ്ട്രീയത്തിലേക്കില്ല, തെരഞ്ഞെടുപ്പിലും മത്സരിക്കില്ല, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നാലും മത്സരിക്കില്ലെന്ന് വ്യക്തമാക്കുകയാണ് അദ്ദേഹം. നമുക്കറിയാം, പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ ബിജെപി സ്ഥാനാർത്ഥിയാണ് മെട്രോമാൻ എന്ന ഇ ശ്രീധരൻ. കൂടാതെ പത്തനംതിട്ടയേക്കാൾ കൂടുതൽ ജയസാധ്യതയുള്ളത് നടൻ സുരേഷ് ഗോപി മത്സരിക്കുന്ന തൃശൂർ മണ്ഡലമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ്. ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്ന ആലപ്പുഴയും അദ്ദേഹം എണ്ണിയ കൂട്ടത്തിലുണ്ട്. അതേസമയം സിഎ പിന്തുണയ്ക്കുന്നുവെന്നും നിയമത്തിന്റെ പരിധിയിൽ നിന്ന് മുസ്ലിങ്ങളെ ഒഴിവാക്കിയത് ശരിയാണെന്നുമുള്ള ശ്രീധരന്റെ വാക്കുകൾ വിമർശനത്തിന് ഇടയാക്കിയിരിക്കുകയാണ്. അതേസമയം കാര്യമായ പ്രതീക്ഷയുള്ളത് തിരുവനന്തപുരം മണ്ഡലമാണ്. ആറ്റിങ്ങലും ആലപ്പുഴയിലും സാധ്യതയുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. തൃശൂരിൽ സുരേഷ് ഗോപി വിജയിക്കും. ജയിച്ചാൽ കേരളത്തിന് കിട്ടുന്നത് ഒരു കേന്ദ്രമന്ത്രിയായിരിക്കും എന്ന രീതിയിലാണ് പ്രചാരണം കൊഴുക്കുന്നത്. താൻ ജയിച്ചാൽ തൃശൂരിന്റെ മാത്രം MP ആകില്ലെന്നും കേരളത്തിന്റെ മൊത്തം കാര്യങ്ങൾ ശ്രദ്ധിക്കുമെന്നുള്ള സുരേഷ് ഗോപിയുടെ വാക്കുകളാണ് വൈറലായത്. അതേസമയം തിരുവനന്തപുരം ജില്ലയിലെ 2 മണ്ഡലങ്ങളിലും കേന്ദ്രമന്ത്രിമാരെയാണ് BJP കളത്തിലിറക്കിയിട്ടുള്ളത്. അതായത് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ വി മുരളീധരൻ ആറ്റിങ്ങൽ മണ്ഡലത്തിലാണ് മത്സരിക്കുന്നത്. BJP A ക്ലാസ് മണ്ഡലങ്ങളുടെ ഗണത്തിൽ ഉൾപ്പെടുത്തിയ മണ്ഡലങ്ങളാണിത്. രണ്ടിടത്തും BJP 2019 വോട്ട് നില മെച്ചപ്പെടുത്തിയിരുന്നു. ഈ ശ്രീധരൻ BJPക്ക് ജയസാധ്യത കൽപ്പിക്കുന്ന മണ്ഡലങ്ങളിൽ അനിൽ ആന്റണി മത്സരിക്കുന്ന പത്തനംതിട്ടയും ഉൾപ്പെടുന്നു. എന്നാൽ BJP A ക്ലാസ് മണ്ഡലങ്ങളിൽ ഉൾപ്പെടാത്ത ആലപ്പുഴ മണ്ഡലത്തിൽ പാർട്ടി സ്ഥാനാർത്ഥിക്ക് ജയസാധ്യതയുണ്ടെന്നും ശ്രീധരന്റെ വാക്കുകൾ വൈറലാവുകയാണ്. BJPക്ക് വളരെ വോട്ട് കുറവുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് ആലപ്പുഴ. നമുക്കറിയാം, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയെ പാലക്കാട് നിന്ന് അദ്ദേഹം ജനവിധി തേടിയിരുന്നു. കോൺഗ്രസിന്റെ ഷാഫി പറമ്പിലിനോടാണ് അദ്ദേഹം തോറ്റത്. ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നതും. അതേസമയം വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഷാഫി പറമ്പിൽ വിജയിച്ചാൽ പാലക്കാട് നിയമസഭാ സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പ് വരും. എന്നാൽ പോലും മത്സരിക്കില്ലെന്നാണ് ഈ ശ്രീധരൻ പറയുന്നത്. പൌരത്വ ഭേദഗതി നിയമം CAA പിന്തുണയ്ക്കുന്നുവെന്നും മുസ്ലിങ്ങളെ നിയമപരിധിയിൽ നിന്ന് ഒഴിവാക്കിയത് ശരിയായ തീരുമാനമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.